നാളെ മാറ്റാൻ ഇന്നൊരു തീരുമാനം മതി. ആദ്യപടി ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഇനി യാത്ര തുടങ്ങാം നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക്. ചിത്തര വിമൻസ് അക്കാദമി, SMB ജംഗ്ഷൻ, ഷൊർണൂർ, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പട്ടാമ്പി. ഒറ്റപ്പാലം കൃഷിഭവന് കീഴിലുള്ള കർഷകർക്ക് ഉൽപാദന ബോണസും ഉഴവുകൂലിയും ഉടൻ ലഭ്യമാക്കണമെന്ന് BJP. ഒറ്റപ്പാലം കൃഷിഭവന് കീഴിലുള്ള വിവിധ പാടശേഖരങ്ങളിലെ നെൽ കർഷകർക്ക് ഉൽപാദന ബോണസും ഉഴവുകൂലിയും ഉടൻ ലഭ്യമാക്കണമെന്ന ആവശ്യമായാണ് BJP ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയത്. 800ഓളം കർഷകരാണ് വിവിധ പാടശേഖരങ്ങളിലായി ഈ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ വലയുന്നത്. ഒരു ഹെക്ടറിന് 2500 രൂപയാണ് കൃഷിഭവനിൽ നിന്നും ലഭിക്കേണ്ടത്. ഈ ആനുകൂല്യങ്ങൾ ഒറ്റപ്പാലം കൃഷിഭവനിൽ നിന്നും ലഭിക്കുന്നില്ല എന്ന പരാതി ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് BJP ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയത്. ഉഴവുകൂലിയും ഉൽപാദന ബോണസും കർഷകർക്ക് എത്രയും വേഗത്തിൽ ലഭ്യമാക്കിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് BJP ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചീരത്തൊടി പറഞ്ഞു. ഒറ്റപ്പാലം കൃഷിഭവന്റെ കീഴിലുള്ള വിവിധ പാടശേഖരങ്ങളിലെ കർഷകർക്ക് ഉഴവുകൂലിയും ഉൽപാദന ബോണസും ലഭിക്കാത്തൊരു സാഹചര്യമാണ് ഒറ്റപ്പാലത്ത് നിലവിലുള്ളത്. നമുക്കറിയാം, സാധാരണക്കാരായിട്ടുള്ള കർഷകർക്ക് നെൽകൃഷിയെ നടത്തിക്കൊണ്ട് ഉപജീവനം നടത്തുന്നതിന് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഈ സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഭരിക്കുന്ന നഗരസഭയുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ സഹായവും കർഷകർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മളെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകളെ ഒറ്റപ്പാലം കൃഷിഭവൻ ഓഫീസറെ ബന്ധപ്പെട്ടപ്പോൾ കൃഷി ഓഫീസർ പറയുന്നത് ഇത് ഒറ്റപ്പാലം നഗരസഭയുടെ ധനകാര്യ ഗ്രാന്റിൽ നിന്നാണ് പൈസ അനുവദിക്കേണ്ടത്. ഒറ്റപ്പാലം നഗരസഭയിൽ അതിൻ്റെ ഫണ്ട് ഇല്ലാത്തതിന് കാരണമാണ് ഈ പൈസ കൊടുക്കാൻ സാധിക്കാത്തത് എന്നാണ് അവർ പറയുന്നത്. ഏത് കാലയളവിനുള്ളിൽ കൊടുക്കാൻ സാധിക്കുമെന്ന് ചോദിക്കുമ്പോൾ അതിന് അദ്ദേഹത്തിന് ഉത്തരമില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ ഒറ്റപ്പാലം കൃഷിഭവനിൽ കീഴിലുള്ള കർഷകർക്ക് അത് ലഭ്യമാകാൻ ഇനിയും കാലതാമസം നേരിടേണ്ടി വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് കർഷകർക്ക് കൊടുക്കാനുള്ള ഉൽപാദന ബോണസും ഉഴവുകൂലിയും അടിയന്തരമായി കൊടുക്കാനുള്ള സത്വരമായ നടപടികൾ നഗരസഭയും അതേപോലെ തന്നെ കൃഷിഭവനും സ്വീകരിക്കണമെന്നാണ്. തൊട്ടപ്പുറത്ത് പഞ്ചായത്തുകളായിട്ടുള്ള വാണിയംകുളവും ലക്കിടി അടക്കം അവർക്കൊക്കെ ഇത് ലഭ്യമായി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഒറ്റപ്പാലം ഭരണസമിതിക്ക് യാതൊരുവിധ ഉത്തരവാദിത്തമില്ല ഇവിടുത്തെ കർഷകർക്ക്. അതേപോലെ തന്നെ ഒറ്റപ്പാലം കൃഷിഭവനിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഒറ്റപ്പാലം നഗരസഭയിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് കൃഷിഭവന്റെ ആളുകൾക്കും ഇതിൽ സത്വരമായ നടപടി എടുക്കുന്നില്ല എന്നാണ് ഇതിലുള്ള വസ്തുത. ഒറ്റപ്പാലം നഗരസഭ മുൻകൈയെടുത്ത് കർഷകർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും സുമേഷ് ചീരാത്തൊടി ആവശ്യപ്പെട്ടു.